അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ശക്തമായ ഒരു ദൈവത്തിന്റെ ആലോചന കർത്താവിന്റെ ആത്മാവ് നമുക്ക് നൽകി. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വിശേഷാൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലി നിങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ദൈവവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 വാക്യമാണ്. റോമാലേഖനം 14 അധ്യായത്തിന്റെ 17 വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഞാൻ ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല ഈ സമയത്തിനായിട്ട് സ്തോത്രം. വളരെ ആഴമായിട്ട് ഈ പകൽ ഞങ്ങളോട് സംസാരിക്കണമേ. ആരോടും പറയാതെ ഞങ്ങളുടെ അകത്ത് തിളയ്ക്കുന്ന ഭാരങ്ങൾ, വേദനകൾ, വളരെ ആഴമായ ദൈവിക സ്പർശനം ഇന്ന് ഈ പകൽ ഉണ്ടാകട്ടെ. എല്ലാ അശുദ്ധാവികളെയും ഞങ്ങൾ ശാസിക്കുന്നു. കേൾക്കുന്ന ജനത്തെ കർത്താവ് തൊടണമേ, ആഴമായി തൊടണമേ. ഇന്ന് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ വലിയ വിടുതൽ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു വരട്ടെ. എല്ലാ നിരാശകളും ജനത്തെ വിട്ടുപോട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവരാജ്യം എന്ന അതീവ ഗൗരവമുള്ളൊരു ഭാഗം തുടർമാനമായി വളരെ ആഴമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം വായിച്ച വാക്യത്തിൽ നിന്നുകൊണ്ട് വളരെ അത്യാവശ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ചില ആലോചനകൾ അളന്നു തൂക്കി നിങ്ങളോട് സംസാരിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനത്തിലെ വാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 14:17. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. അപ്പോൾ ദൈവരാജ്യം ഒരു ഭൗതിക മേഖലയല്ല, സ്ഥാപിത ലോകത്തിന്റെ ഒരിടപാടല്ല ദൈവരാജ്യം. ഇതൊരു അൺസീൻ പവറാണ്. ഇത് കാണുന്ന മേഖലയല്ല. വളരെ പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കണം. ഇതൊരു കാണാത്ത മേഖലയാണ്. എന്നിട്ട് പൗലോസ് പറയുന്ന വാക്ക് ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല. അടുത്തത് നീതിയും സമാധാനവും. അടുത്തത് ആത്മാവിലെ സന്തോഷവും. 3 പദങ്ങൾ എടുക്കുന്നു. 1 നീതി, 2 സമാധാനം, 3 സന്തോഷം. നീതി എന്ന വാക്കിന്റെ ശത്രുവാണ് അനീതി എന്ന വാക്ക്. നിങ്ങൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിന്റെ ആരംഭം മുതൽ ഈ 2 വാക്കുകൾ തമ്മിൽ സന്ധിയില്ലാ സമരം നടക്കുകയാണ്. നീതിയും അനീതിയും തമ്മിൽ. 2ാമത്തെ വാക്ക് സമാധാനമാണ്. സമാധാനമില്ലായ്മ എന്ന വാക്കിന്റെ ശത്രുവാണ് സമാധാനം എന്ന വാക്ക്. ലോകം ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാ, പക്ഷെ കിട്ടുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ സമാധാനം എന്ന വാക്കിന്റെ ശത്രുവാണ്, എതിരാളിയാണ് സമാധാനമില്ലായ്മ. 3ാമത്തത് സന്തോഷം, ആത്മാവിലെ സന്തോഷം. ലോകത്തിലെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം സന്തോഷമില്ലായ്മയാണ്, സന്തോഷമില്ലായ്മ. ഇപ്പൊ ഇന്ന് പകല് ഈ യോഗം ഇവിടെ നടക്കുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ ഏത് രാജ്യത്തിലോ ഏത് ടൈം സോണിലോ സ്റ്റുഡിയോയിലോ വാഹനത്തിലോ ഒക്കെ ഇരുന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ ഈ ദൂത് ആയുധം ധരിച്ച ഒരു പടയാളിയായി നിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്? മറുപടി: 1, നിന്റെ ജീവിതത്തിനെതിരെ വ്യാപരിക്കുന്ന അനീതിയുടെ വെല്ലുവിളികൾ ഇന്ന് പകൽ ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ തകരാൻ പോകുകയാണ്. നിന്റെ നീതിയെ മറിച്ചു കളയുന്ന, നിന്റെ കുടുംബത്തിന്റെ നീതിയെ മറിച്ചു കളയുന്ന, നിന്റെ ശുശ്രൂഷയുടെ നീതിയെ മറിച്ചു കളയുന്ന ഏത് വ്യാപാരമാണോ, അത് വ്യക്തിയാകട്ടെ, അത് ശക്തിയാകട്ടെ, അത് ഏത് വ്യാപാരമാണോ, അതിനെതിരെ ദൈവരാജ്യത്തിന്റെ പവർ ഒരു യുദ്ധം നടത്തുകയാണ്. ഹല്ലേലൂയ. ഈ വചനം വെളിപ്പെട്ടത് കൊണ്ട് ഒരു പൊട്ടനെ പോലെ ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് ആമേൻ, നിന്റെ മേൽ ദൈവത്തിന്റെ നീതിയുടെ കരം ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനീതിക്കെതിരെ
വ്യാപരിക്കുന്ന ദൈവരാജ്യം. രണ്ടാമത്തത് ആമേൻ, നിന്റെ സമാധാനത്തിനെതിരെ തലമുറ, വീട്, സമ്പത്ത്, ആരോഗ്യം, ദർശനം, നാളെ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. ഇന്ന് ആ വിഷയത്തിന്റെ മേൽ ഒരു പരിഹാരമുണ്ട്. മൂന്നാമത്തത് നിന്റെ മേൽ വെളിപ്പെടാനുള്ള സന്തോഷം. ഞാൻ ഇന്ന് ഈ ദൂത് ധ്യാനിക്കുമ്പോൾ ഒരു ഭയങ്കര യുദ്ധത്തിന്റെ മേഖല എന്റെ ദൈവം തുറക്കുകയാണ്. ഒന്ന്, നിന്റെ നീതി വെളിപ്പെട്ടു വരും. രണ്ട്, നിന്റെ സമാധാനം വെളിപ്പെട്ടു വരും. മൂന്ന്, നിന്റെ സന്തോഷം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഈ ദൈവജന ഭാഗങ്ങൾ അത്ര ചെറുതല്ല, വിശാലമായ വ്യാഖ്യാനം ആവശ്യപ്പെടുന്ന ചില ഭാഗങ്ങളാണ്. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഫിലിപ്പോസ് ശമര്യയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അടുത്ത വാക്ക്, അവർക്കെല്ലാവർക്കും വീടുണ്ടായെന്നല്ല, പട്ടണത്തിൽ സന്തോഷം ഉണ്ടായി. കണ്ടോ, അവരെ കരയിപ്പിക്കുന്ന, മൈ ഗോഡ്, ചിരിക്കാൻ അനുവദിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന ഏത് വ്യാപാരമോ അതിനെ യേശുവിന്റെ നാമം ഹൈജാക്ക് ചെയ്തു. ഒന്ന് നന്നായിട്ട് ആ കരമം അടിച്ച് യേശുവിനെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മത്തായി സുവിശേഷത്തിലെ അതൊക്കെ ഇവിടെ ഒത്തിരി ആവർത്തികൾ വായിച്ചത്, എങ്കിലും എന്റെ ദൂതിലേക്കുള്ള റൂട്ടിന് വേണ്ടി ഞാനൊന്ന് വായിക്കുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലെ വാക്യം, മുമ്പേയും കർത്താവിന്റെ ദാസൻ വായിച്ചത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. സ്പഷ്ടം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ യുദ്ധമെന്ന് പറയുന്നത് അനീതിയോടാണ്. രണ്ടാമത്തത് സമാധാനമില്ലായ്മയോടാണ്. മൂന്നാമത്തത് നിന്നെ സങ്കടപ്പെടുത്തുന്ന വ്യാപാരത്തോടാണ്. നാലാമത്തത് നിന്നെ അസ്വസ്ഥമാക്കുന്ന ദുരാത്മലോകത്തോട് ഒരു തുറന്ന യുദ്ധം നടത്തുന്നത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്. ഏറ്റവും നല്ല ആഹാരം കഴിച്ചതുകൊണ്ട്, ഏറ്റവും നല്ല ആരോഗ്യം ഉണ്ടായതുകൊണ്ട് ദുരാത്മ മേഖല തോൽക്കത്തില്ല. മറിച്ച് ദൈവരാജ്യത്തിന്റെ പവർ നിന്റെ മേൽ പ്രവേശിച്ചാൽ ദുരാത്മ ലോകത്തിന് അവിടെ തുടരാൻ സാധ്യമല്ല. ഞാൻ സാധാരണ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, കുറേനക്കാരൻ ക്രൂശ് ചുമക്കാൻ നിർബന്ധിക്കപ്പെടുകയാ. മനസ്സോടെ ചുമന്നതല്ല, നിർബന്ധത്താൽ ചുമന്നതാണ്. ആ എണ്ണ തുപ്പുന്ന പൈൻമര ക്രൂശുമായിട്ട് ഗാൽഗുത്തായുടെ മൊട്ടക്കുന്നിന്റെ നിറകയിൽ ആ ക്രൂശ് ഇട്ടിട്ട് പടയാളികളുടെ ആക്രോശം മടങ്ങിപ്പോ. ആ മനുഷ്യൻ ആ മൊട്ടക്കുന്നിന്റെ മേളിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ ദേഹത്ത് മുഴുവൻ രക്തമാണ്, ചോരയാണ്. അതേ ഓർത്തത് തടി ചുമന്നത് കൊണ്ട് തൻ്റെ മേലുണ്ടായ മുറിവാണെന്നാണ്. എന്നാൽ പിന്നെ മനസ്സിലായത് ചോര മാത്രമേ തൻ്റെ ദേഹത്തുള്ളൂ, മുറിവ് വേറെ ഒരാളുടെ ദേഹത്താണ് എന്ന് പറഞ്ഞാൽ കുറേനക്കാരന്റെ ദേഹത്ത് പറ്റിയ രക്തം അവൻ്റെതല്ല, മറിച്ച് പാപമില്ലാത്ത ഒരുവന്റെയാണ്. ഹല്ലേലൂയ. അക്കരമൊന്ന് ഉയർത്തി. ഓ ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപക്ഷെ ഓടി വന്ന് ചോദിച്ചു കാണും, ആരാ നിങ്ങളെ വെട്ടിയത്? ആരാ നിങ്ങളെ മുറിച്ചത്? ആരാ നിങ്ങളോട് ഈ ദോഷം ചെയ്തത്? കുറേനക്കാരൻ പറഞ്ഞു, പേടിക്കണ്ട, ചോര മാത്രമേ എനിക്ക്, മുറിവ് അവനാണ്, മുറിവ് അവനാണ്. ഇന്ന് ഈ പകലെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പവർ ചോര എനിക്ക്, മുറിവ് അവന്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ ദൈവരാജ്യത്തിന്റെ വാറിനെ കുറിച്ചാണ് പറഞ്ഞത്, യുദ്ധത്തെ കുറിച്ച്. ഈ ചോര പറ്റിയ ഈ മനുഷ്യൻ നടന്നു വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ ദൂതിന് വേണ്ടി ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, ആരുടെ രക്തമായത്? അദ്ദേഹം പറഞ്ഞത്, സ്വർണ്ണരഥത്തിൽ യാത്ര ചെയ്ത ഒരാളുടെ ചോരയല്ലിത്, ശാപമാകുന്ന തടിക്കുരിശ് ചുമന്ന ഒരാളുടെ ചോരയായത്. നോർമലി ആ ആളെ ഭാര്യയ്ക്ക് അറിയാത്തത് കൊണ്ട് അവള് പറഞ്ഞു, പോയി കുളിക്കാൻ, വൃത്തിയാകെ, പോയി കുളിക്ക്, വൃത്തിയാകെ, ഇത് അഴുക്ക്. ക്രൂശ് ചുമന്ന ഒരാളുടെ ചോരയല്ലേ? കുറേനക്കാരൻ പറഞ്ഞു, അദ്ദേഹം ചുമന്നത് ക്രൂശായിരിക്കാം, പക്ഷേ ഈ ചോര മുട്ടിയപ്പോ മുതൽ എനിക്കൊരു വിടുതൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കറിയില്ല, എന്നോട് ഇന്ന് രാവിലെ പരിശുദ്ധമ വളരെ ആഴമായിട്ട് പറയുന്നു, ചില കുടുംബങ്ങളുടെ അകത്തേക്ക് നാളുകളായി അഴിയാത്ത ചില വിഷയത്തിന്റെ മേൽ. ഹല്ലേലൂയ. ഞാന് സാധാരണ ആർത്തിയോടെ എന്റെ പ്രസംഗവേദികളിൽ ഉച്ചസ്ഥരം ഞാൻ പറയുന്നൊരു ദൂതുണ്ട്. കുറേനക്കാരൻ ആ ചോര പറ്റിയ ആ ശരീരവും കൊണ്ട്
തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആമേൻ കുറേനക്കാരന്റെ പുരക്കകത്തിരുന്ന് ദുരാത്മശക്തികൾ അലറാൻ തുടങ്ങി. കാരണം ആ വരുന്ന ചോര യേശുവിന്റെ ചോരയാ. ഹല്ലേലൂയ. ഇന്ന് ഈ പകല് ദൈവാത്മാവ് എന്നോട് പറയുന്നു, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന ചില വ്യാപാരത്തെ ഓ കമോൺ വേരോടെ നന്നായിട്ടൊന്ന് അന്യഭാഷ പറഞ്ഞ് ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വീടിന്റെ അകത്തുള്ള വെല്ലുവിളികൾക്കെതിരെ ദൈവരാജ്യത്തിന്റെ യുദ്ധമുഖം തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനത്തിന് വേണ്ടി പറയുകയാ, ഒരു നിറം മങ്ങിയ തോർത്തും തുരുമ്പടിച്ചൊരു കൂന്താലിയും പഴകിയ പണിയായുധങ്ങളും വീഴാൻ നിൽക്കുന്ന ഒരു പുരയുമൊക്കെ ആയിരിക്കാം കുറേനക്കാരന്റെ സമ്പത്ത്. എന്നാൽ യേശുവിന്റെ ചോര ആ വീടിനകത്ത് കയറിയതിന് ശേഷം ഇന്ന് നിങ്ങൾ നോക്ക്, നിറം മങ്ങിയ തോർത്തല്ല, ഗവർണറുടെ കൊടി വെച്ച കാറ് ആ മുറ്റത്ത് കിടക്കുകയാ. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, അയ്യോ ഇതൊരു സാധാരണ യോഗമല്ല. അവൻ ഇന്ന് ചിലരുടെ അന്തരീക്ഷത്തെ എന്റെ ദൈവം പൊളിച്ചു പണിയാൻ. ഓ കമോൺ റമാന ഹൽക്കന സരയംതലേ അർത്ഥന പ്രവചനാദിയ. അവൻ എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ഇന്ന് ചിലരുടെ ലൈഫിനെ ദൈവം പണിയാൻ പോകുകയാണ്. ദുരാത്മ മേഖലയോട് ദൈവരാജ്യത്തിന്റെ യുദ്ധം. ഞാൻ 2 ഭാഗങ്ങളിൽ തൊട്ട് ഇന്ന് പകലത്തെ ഈ ദൂത് നിങ്ങളോട് പറയാൻ കർത്താവിന്റെ അനിഷേധ്യമായ കൃപയിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ. 1, ദൈവരാജ്യം വയലിൽ ഇട്ട കടുകുമണി. 2, ദൈവത്തിന്റെ രാജ്യം 3 പറമാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ച പുളിമാവ്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. എല്ലാ വക മീനും പിടിക്കുന്ന വല, നല്ല വക മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി, കൂടാതെ വയലിൽ ഒളിച്ചു വെച്ച നിധി. ഇങ്ങനെ സങ്കീർണമായ ദൂതിന്റെ കലവറകൾ ആ ഭാഗത്ത് യേശു അവരോട് പറയുകയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അധികാരമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അധികാരമാണ്, ഇതൊരു പവറാണ്. ഇത് തൊടാൻ പറ്റുന്നതല്ല. ഇതൊരു അൺസീൻ അതോറിറ്റിയാണ്, അധികാരമാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ ഭാഗത്തെ ഒന്ന് ആത്മാവിൽ ദൈവകൃപയിൽ വ്യാഖ്യാനിപ്പാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വരുന്ന ദൂതിനെ ആവോളം സ്വീകരിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാൻ ദൈവമക്കൾ തയ്യാറാകണം. ആമേൻ. ആദ്യത്തെ ഭാഗം ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യം വയലിൽ ഇട്ട കടുകുമണിയോട് സദൃശ്യം. ഒരു 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തോട്ട് കയറി വരണം. ആമേൻ. 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി കിടക്കട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ ശുശ്രൂഷിക്കാം. ഈ കടുകിന്റെ ചെടി, ഇതിന്റെ മേൽ യേശു കർത്താവ് പറഞ്ഞ ഉപമ നമ്മെ പഠിപ്പിക്കുന്ന ദൈവരാജ്യ പഠനം. 1, ചെറിയ തുടക്കം. ഒരാമീൻ പറയാൻ പറ്റുമോ? 1, ചെറിയ തുടക്കം. 2, വലിയ വളർച്ച. ചെറിയ തുടക്കം, 2, വലിയ വളർച്ച. 3-മത്തത് ഒത്തിരി പേർക്ക് അഭയം കൊടുക്കുന്ന അഭിവൃദ്ധി. ഇന്ന് ഈ ദൂത് ഈ സ്റ്റുഡിയോയിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ തുടക്കങ്ങള് വലുതാക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. ആമേൻ. ഞാൻ ഈ കടുക് ചെടിയിലേക്ക് വരാം. ആമേൻ. ഇത് വയലിലിട്ട കടുകുമണി. ഞാൻ സാധാരണ പറയാറുണ്ട്, നട്ടത് പലതും ഉണങ്ങുമ്പോഴാണ് ഇട്ടത് ചാടിക്കേറി വളരുന്നത്. ഇനി ഈ കടുക് ചെടിയുടെ പ്രത്യേകത, താരതമ്യേന തീരെ വലിപ്പം കുറഞ്ഞ, ഒത്തിരി ഉയരം വെക്കാത്ത ഒരു ചെടിയാണിത്. ഒരു ചെടിയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് പറയുന്നു, അത് വളർന്ന് എല്ലാ സസ്യത്തിലും അത് വലുതായി. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏത് ചെടിക്കും, ഏത് വടിക്കും, ഏത് കുടുംബത്തിനും, ഏത് വ്യക്തിക്കും ഒരു DNA, ഒരു ജനിതക സംവിധാനമുണ്ട്. നമ്മുടെ നാട്ടിൽ വളരുന്ന കപ്പളത്തിന്റെ ആ തടി കൊണ്ട് നമ്മൾ കട്ടിലുണ്ടാക്കാറില്ല. കാര്യം അതിന്റെ DNA അതിന് പറ്റുന്നതല്ല. ഈ കടുകെന്ന് പറയുന്നത് ഒരു ചെറിയ ചെടിയാണ്. ഒരളവിൽ കൂടുതൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ഉയരം വെക്കത്തില്ല. പക്ഷേ
എന്റെ വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഈ കടുക് ചെടി ദൈവരാജ്യത്തോട് ഉപമിച്ച് പറയുമ്പോൾ ഇത് വളർന്നു പൊങ്ങിയിട്ട് എല്ലാ സസ്യങ്ങളുടെയും മേളിൽ വന്നു. ഇന്ന് പകൽ ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുവന്റെ മേൽ ദൈവരാജ്യം ഇറങ്ങിയാൽ അവൻ പോലും അറിയാതെ അവന്റെ ജനിതക സംവിധാനങ്ങളെ പൊളിച്ച് അതിന്റെ മേളിൽ ദാവീദ് ഓർത്തത് എന്നറിയാമോ? കിന്നരം വായിച്ച് കരിമ്പാറക്കൂട്ടത്തിലിരുന്ന് ആടിനെ മേയിച്ച് ഒരു ദിവസം ആ കരിമ്പാറകൾക്കിടയിൽ ഒരു ദിവസം ചത്ത് മലർന്ന് അവിടെ പുഴുവരിച്ച് കിളികൊത്തി ഉറുമ്പ് തിന്ന് തീരുമെന്ന് ആ മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് വിധി പറയുമ്പോൾ എനിക്ക് അപ്പനും അമ്മയുമുണ്ട്, അവര് എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ചേട്ടന്മാര് പട്ടാളത്തിൽ, ഞാൻ കാട്ടിൽ. പക്ഷേ ഈ ദാവീദിന്റെ മേൽ ദൈവരാജ്യത്തിന്റെ പവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവന്റെ ജനിതകത്തെ തിരുത്താൻ, ഹല്ലേലൂയ, എനിക്കറിയില്ല പ്രിയരെ, ആമേൻ, ഇന്ന് ഈ പകൽ നീ ജനിച്ച കുടുംബം, നീ പാർക്കുന്ന സാഹചര്യം നിനക്കൊരളവ് വെച്ചിട്ടുണ്ട്, ഇതിന്റെ മേളിൽ നീ പോകത്തില്ലെന്ന് പിശാച് പറയുമ്പോ ഇന്ന് എന്റെ ദൈവം അത് പൊട്ടിക്കാൻ പോകയാണ്. ഹോ റമന ഹൽക്കന സിയാന അമ്പൽ പ്രമാണക സിയാന, ഹല്ലേലൂയ. ആ ശക്തിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങൾ ഓരോരുത്തരുടെ മേൽ വെക്കുന്ന നുഖങ്ങളുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് ഇയാൾ പോകാൻ മേല. ഓരോ ദേശം ഓരോരുത്തരുടെ മേൽ വെക്കുന്ന നുഖങ്ങളുണ്ട്. ഓരോ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ മേൽ നമ്മെ വെക്കുന്ന അളവുകളുണ്ട്. നിങ്ങൾ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ദൈവരാജ്യം അത് പൊട്ടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നാളെയല്ല, ഇപ്പോൾ. റബല ഹൽക്കന സദോറിയ, ഇന്ന് എന്റെ ദൈവത്തിന്റെ രാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലൊരു വാക്യമില്ലേ, അവൻ ലിവ്യാഥാന്റെ തല തകർത്ത് മരുവാസികൾക്ക് ആഹാരം കൊടുത്തു. അത് കാടപക്ഷിയെ കൊടുത്ത വിവരമാണ് ആ എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ച്, ലിവ്യാഥാൻ കടലിൽ കിടക്കുന്ന ഒരു ജീവിയാണെങ്കിൽ മത്സ്യത്തിന്റെ കൂടെ പെടുത്താം, അതിന് നീന്താനാണ് ജനിതകം. കടലിൽ കിടക്കുന്ന ജീവി, അതിന്റെ ജനിതകം നീന്താനുള്ളതാണ്. അതിന്റെ അന്തരീക്ഷം വാട്ടർ ലെവലിന്റെ താഴെയാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രശ്നം, മരുഭൂമിയിൽ കിടക്കുന്നവർക്ക് ആഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കണം, ഇതിനെ അവിടെ എത്തിക്കണം. നോക്കിയിട്ട് GPS ഇട്ട് നോക്കിയിട്ട് കടലിൽ കൂടെ മരുഭൂമിയിലെത്താൻ വഴിയില്ല. ഇന്ന് പകൽ എഴുതി വെച്ചോ, ആമേ, വാഗ്ദത്തം വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. ശക്തിയോടെ ആ കരമൊന്ന് അടിച്ച്, വാഗ്ദത്തം വഴിയില്ലാത്തടത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കുക, ലിവ്യാഥാൻ മത്സ്യമാണെങ്കിൽ മരുഭൂമിയിലെത്താൻ റോഡില്ല, റൂട്ടില്ല. ദൈവം തമ്പുരാൻ ചെയ്ത് കേൾക്കണോ? ആമീൻ. ഞാൻ എൻ്റെ ഒരു ഭാഷത്തിൽ പറയാം, ലിവ്യാഥാനെ ദൈവം ഒന്ന് ഉടയ്ക്കാൻ തീരുമാനിച്ചു. മലയാള ഭാഷയിൽ അതിന്റെ തലയ്ക്ക് തമ്പുരാൻ ഒരു തമര് വെച്ചെന്നിരിക്കട്ടെ, തമ്പുരാൻ ഇതിനെ പൊക്കി അന്തരീക്ഷത്തിൽ കൊണ്ടൊരൊറ്റ പൊട്ടിക്കലാണ്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, അവൻ ചില മേഖലകളിൽ ദൈവം ചിലരെ തകർക്കുന്നത് നശിപ്പിക്കാനല്ല. ഓ ഹല്ലേലൂയ. നല്ലപോലെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ. ഞാന് എന്റെ ചിന്തകൾ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവം തമ്പുരാൻ ഈ ലിവ്യാഥാനെ 3-4 ആനയുടെ വലിപ്പമുള്ള ഈ സാധനത്തെ അന്തരീക്ഷത്തിലോട്ട് പൊക്കി വെച്ച് ഇതിനെ കർത്താവ് മാംസങ്ങൾ അങ്ങ് ചിതറിച്ചിട്ട് ഒരു തൂവല് മഴ പെയ്യിച്ച് ഇതിനെ കാടപ്പക്ഷി ആക്കിയില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ മാംസമെല്ലാം കടലിൽ തന്നെ വന്ന് വീഴും. കേട്ടില്ല? കടലിൽ തന്നെ വന്ന് വീഴും. അപ്പോ ബാക്കിയുള്ള മത്സ്യങ്ങളെല്ലാം ചുറ്റും നിന്ന് അപമാനിക്കും. വലിയ പാട്ടുകാരൻ, വലിയ പ്രാർത്ഥനക്കാരൻ, വലിയ ആരാധനക്കാരൻ, വലിയ ഗമയായിട്ടാണ് മേളിലോട്ട് പോയത്. താഴെ കിടക്കുന്നു താഴെ. ഞാൻ ദൈവമക്കളോട് ദൂത് പറയാം, നിന്നെ അപമാനിക്കുന്നവരുടെ നടുക്ക് നീ ചെതറി വീഴാൻ ദൈവം അനുവദിക്കുകയില്ല. ഓ നന്നായിട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവം പറയുന്നു, നിന്നെ വിരൽ ചൂണ്ടിയവരുടെ നടുക്ക് ഞാൻ അസാധാരണമായ ഒരു ദൈവശക്തി അനുഭവിക്കുന്നുണ്ട്. നിന്നെ അപമാനിച്ചവരുടെ നടുക്ക് നിന്റെ തലമുറ നീ
അനുവദിക്കുകയില്ല. Praise the Lord. Amen. ഈ ലിവ്യാഥാന് കാടപ്പക്ഷിയുടെ ചിറക് കൊടുത്ത് തമ്പുരാൻ അതിനെ പറപ്പിച്ച്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ, 3 മുഴം പൊക്കത്തിൽ പാളയത്തിൽ ഇറക്കി. നിങ്ങൾ ഓർത്തോണം, കടലിന്റെ അടിയിൽ നിന്ന് പോകുന്ന സാധനം ആകാശത്തിന്റെ മേളിൽ ചെന്നേച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പാളയത്തിൽ ഇറങ്ങുകയാണ് നിന്റെ കയ്യിലെത്താൻ. ഓ, ഞാനൊരു ദൂത് പറയട്ടെ. വാഗ്ദത്തമുള്ള നിന്റെ കയ്യിലെത്താനുള്ളത് കടലിന്റെ അടി കിടന്നാലും ആകാശത്തിന്റെ അഗ്രത്തിരുന്നാലും അത് നിന്റെ കയ്യിൽ കൊണ്ട് തരാൻ. ഓ, ഒന്ന് ആർത്തു വിളിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വാക്ക് പറഞ്ഞ് അവിടുന്ന് മുൻപോട്ട് പോകട്ടെ. നീന്തിയിട്ട് എത്താത്തതിനെ പറപ്പിച്ചു കൊണ്ടുപോകാൻ എന്റെ ദൈവത്തിന് കഴിയും. നല്ല ആമേ പറഞ്ഞേ പറ്റത്തുള്ളൂ. നീന്തിയിട്ട് എത്താത്തതിനെ പറപ്പിച്ച് അവിടെ കൊണ്ടുചെല്ലാൻ എന്റെ ദൈവത്തിന് കഴിയും. ഓ, അവൻ ഇന്ന് പുതിയ റൂട്ടുകൾ തുറക്കുകയാണ്. ഞാൻ ഈ ദൈവരാജ്യത്തിന്റെ സാധ്യത, ജനിതക സംവിധാനത്തെ കുറിച്ച് ഞാൻ ഒരു വാക്കൂടെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചേർന്ന് ദൂതൻ ആമേൻ പറയാം. ഈ യാക്കോബിന്റെ ജ്യേഷ്ഠൻ ഏശാവ് വേട്ടയിറച്ചിക്ക് വേണ്ടി കാട്ടിൽ പോയപ്പം യാക്കോബ് പോയത് കാട്ടിലല്ല, കൂട്ടിലാണ്. ഒന്നുകൂടെ പറയട്ടെ. ഏശാവ് വേട്ടയിറച്ചിക്ക് വേണ്ടി കാട്ടിൽ പോയപ്പോ യാക്കോബ് പോയത് കാട്ടിലല്ല, കൂട്ടിലാണ്. ഏശാവ് വേട്ടയിറച്ചിക്ക് വേണ്ടി അമ്പും വില്ലും കൊണ്ടാ പോയത്, യാക്കോബ് ആയുധം കൊണ്ടല്ല പോയത്. അപ്പോ വാഗ്ദത്തം എയ്തു പിടിക്കുന്നതല്ല, അത് വന്ന് കേറേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിന്റെയോ എന്റെയോ സാമർഥ്യം കൊണ്ട് നേടുന്നതൊന്നും വാഗ്ദത്തമല്ല. വാഗ്ദത്തം നേടാൻ ഒരു സാമർഥ്യവും ആവശ്യമില്ല. വാഗ്ദത്തം ഇങ്ങോട്ട് വരികയാണ്. അതിന് ഒരു തെളിവ് ഞാൻ പറയാം. യാക്കോബിന്റെ അപ്പൻ യാക്കോബിന്റെ ചോദിച്ചു, ഇത്ര വേഗം എങ്ങനെ കിട്ടിയെന്ന്. ഇത്ര വേഗം എങ്ങനെ കിട്ടി? അദ്ദേഹം പറഞ്ഞ മറുപടി ഭയങ്കര ക്ലാരിറ്റിയുള്ള മറുപടിയാ. നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്കതിനെ വരുത്തി തന്നു. ആ വാക്കൊന്ന് ചേർന്ന് പറയോ, വരുത്തി തന്നു. അതിന്റെ അർത്ഥം എന്നറിയോ? പോയി പിടിച്ചതല്ല, അത് ഇങ്ങോട്ട് വന്നതാ. യേശുവിന്റെ നാമത്തിൽ 3-ാമത്തെ ദിവസം ചിലത് ഇങ്ങോട്ട് വരട്ടെ. കമോൺ, ആ ദൂതിനെ ഒന്ന് റിസീവ് ചെയ്ത് ആരാധിച്ച് ഇങ്ങോട്ട് വരട്ടെ. ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചിലത് നല്ലായിട്ടൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ ചിലത് ഇങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ. ചിലത് നമ്മെ തേടി വരുന്നത് നിങ്ങൾ കാണും. ഞാൻ ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വരികയാണ്. അപ്പോൾ ഈ കടുക് ചെടി വളരാൻ സാധ്യതയുള്ളത് 2-2.5 അടി ആയിരിക്കാം. പക്ഷേ ഈ വചനം എഴുതി വെച്ചു, അത് ദൈവരാജ്യത്തിന്റെ കടുക് ചെടി ആയതുകൊണ്ട് അത് എല്ലാ സസ്യങ്ങളുടെയും മേളിലോട്ട് വന്നു. എല്ലാ സസ്യങ്ങളുടെയും ഒരാമേ പറയാമെങ്കിൽ ഇന്ന് ഈ പകൽ മനുഷ്യൻ വെച്ച ആദരകൾ അഭിഷേകമുള്ളവൻ ക്രോസ് ചെയ്യാൻ പോകുകയാണ്. ഇവിടം കൊണ്ട് ഇവൻ തീരുമെന്ന്, ഇവിടം കൊണ്ട് ഇവന്റെ തലമുറ തീരുമെന്ന് ആരോ പറഞ്ഞു വിട്ട വാക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഇന്ന് പകൽ വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, ജനിതകത്തെ ഭേദിക്കുന്നു. രണ്ടാമത്തത് വലിയ വളർച്ച, അതെല്ലാത്തിന്റെ മേളിൽ വരുന്നു. 3-ാമത്തെ ഭാഗം പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് കയറാം. 3-ാമത്തെ ഭാഗം പറയുന്നത് അനേക പറവകൾ അതിൽ കൂടുണ്ടാക്കി. 2 കാര്യം പറയണം. ലോകത്തിൽ മിക്കവാറും ഒരു പറവയും മനുഷ്യന് കൈ എത്തുന്നിടത്ത് കൂട് വെക്കാറില്ല. ഒന്നുകൂടെ പറയട്ടെ, തന്റെ കൂടിനെയോ തന്റെ കുഞ്ഞിനെയോ നശിപ്പിക്കാൻ സാധ്യത ഉള്ളിടത്ത് ഒരു പറവയും കൂട് വെക്കാറില്ല എന്ന് പറഞ്ഞാൽ ഈ കടുക് ചെടി മനുഷ്യന്റെ കൈ എത്തുന്നതിന്റെ മേളിലേക്ക് വളർന്നെന്നല്ലേ അതിന്റെ അർത്ഥം. ആമേൻ. ഞാൻ ദൈവമക്കളോട് പറയാം, ബുദ്ധി കൊണ്ട് വളർന്നാൽ എവിടെ ചെന്നാലും വലിച്ചു താഴെ ഇടാം. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിൽ തദ്വാര പത്രങ്ങളിൽ രാജാവിനെ പോലെ ഇരുന്ന പലരും ഒറ്റ ദിവസം കൊണ്ട് എനിക്കത് വൃത്തിയായിട്ട് പറയാൻ അറിയാം, പക്ഷെ ഞാൻ ആ ഭാഗം വിഴുങ്ങിയാ മുൻപോട്ട് പോകുന്നത്. ഇന്ന് രാജാവായിട്ടിരുന്ന പലരും ഒരൊറ്റ ദിവസം കൊണ്ട് നിലത്ത് കിടന്ന് പൊടി തിന്നുന്നത് നമ്മൾ കണ്ടതാ.
അവരൊക്കെ വളർന്നത് ബുദ്ധി കൊണ്ടാ. എന്നാൽ ഒരു കാര്യം എഴുതി വെച്ചോണം, ദൈവരാജ്യം ഒരുത്തനെ വളർത്തിയാൽ, മനുഷ്യൻ കൈ കൊണ്ട് വലിച്ചാൽ അവൻ താഴെ വീഴില്ല. ഓ ഹല്ലേലൂയ. ആ ദൂതിന് ഒരു നന്നായിട്ട് ഒരു ആമേൻ പറഞ്ഞാട്ടെ ദൈവമക്കൾ. ബുദ്ധി കൊണ്ട് വളർന്നാൽ ഒരു ലിമിറ്റ് ആകുമ്പോ അത് അടർന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് കാൽച്ചോട്ടി വീഴും. പക്ഷെ നിന്നെ വളർത്തിയത് അഭിഷേകമാണെങ്കിൽ, നിന്നെ വളർത്തിയത് ദൈവത്തിന്റെ രാജ്യമാണെങ്കിൽ, നിന്നെ തൊടാൻ നിന്നെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം മനഃപൂർവ്വമായി വിടുകയാണ്. അടുത്തൊരു ഭാഗത്തേക്ക് എത്തി അത്യാവശ്യമുള്ള 3 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. ഒത്തിരി പ്രാർത്ഥനയോടെ എന്നെ കേൾക്കണം. ഒന്ന്, ദൈവരാജ്യം കടുകുമണി. ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. 1, ചെറിയ തുടക്കം. 2, വലിയ വളർച്ച. 3-മത്തത്, ഒത്തിരി പേർക്കുള്ള അഭയം. ഒത്തിരി പേർക്കുള്ള അഭയം. 2-മത്തെ കാര്യം ദൈവരാജ്യം പുളിച്ച മാവ്. ഇത് ഇച്ചിരി ആഴമായി നിങ്ങൾ എന്നെ കേൾക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ജ്ഞാനത്തിന്റെ ഉറവിടം എന്റെ കർത്താവ് ത്രിലോകങ്ങളുടെ ഉടമസ്ഥൻ പറഞ്ഞതായതുകൊണ്ട് അങ്ങനെ വിടാൻ പറ്റില്ല. ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗാഡ്. ആമേൻ. ഒരു കലത്തിലിരിക്കുന്ന 3 പറമാവിൽ, ആഴമായി ശ്രദ്ധിക്കണം പ്ലീസ്, 3 പറമാവിൽ എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ച പുളിച്ച മാവ്. അടക്കി വെച്ച പുളിച്ച മാവ്. ദൈവരാജ്യം 3 പറമാവല്ല. ദൈവരാജ്യം മാവിരിക്കുന്ന കലവുമല്ല. മറിച്ച് ദൈവരാജ്യം 3 പറമാവിലേക്ക് ഇറങ്ങിച്ചെന്ന വീര്യമുള്ള പുളിച്ച മാവാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ, നിങ്ങൾ ഈ നമ്മുടെ സാധാരണ ഗ്രാമത്തിലൊക്കെ ജീവിച്ചിരുന്നവർക്കറിയാം, പാല് തൈരാക്കാൻ അടുത്ത വീട്ടിൽ പോയി ഒരല്പം ഓറയെന്നൊരു വാക്കാണ് എന്റെ ഓർമ്മ കിടക്കുന്ന, ഉറ വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞ് ഈ വീട്ടിലെ മക്കളെ ഒരു ചെറിയ ഗ്ലാസ് കൊടുത്തു വിടുമ്പോൾ ആ വീട്ടിൽ അമ്മ ഒരു ശകലം ഒരല്പം കൊടുത്തു വിടും. ഈ മേടിച്ചുകൊണ്ടിരുന്ന നമുക്ക് തന്നെ നമ്മളോട് പുച്ഛം തോന്നും, ദൈവമേ ഇത് ഒട്ടുമില്ലല്ലോ, എന്ത് പിശുക്കി അമ്മാമ്മയാ, ഇത് നിറച്ചു തരാമേലേ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിച്ച് നമ്മൾ നമ്മുടെ അമ്മയോട് പറയും, അയ്യോ അപ്പുറത്തെ വീട്ടിലെ അമ്മ എന്തോ പിശുക്ക, ആമേ ശകലേ തന്നുള്ളല്ലോ. അന്നേരം ഈ വീട്ടിലെ അമ്മ സന്തോഷത്തോടെ അത് മേടിച്ചേച്ച് പറയും, കുഞ്ഞെ ആമേ ഇത് അളവിലല്ല, ഇതിന്റെ വലിപ്പം ഇതിന്റെ പവറിലാണ്. നിങ്ങൾ മറക്കരുത്, ദൈവരാജ്യം അളവിലല്ല അധികാരത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, 10 ലിറ്റർ പാല് ഒരു പാത്രത്തിൽ കിടക്കുമ്പോ ഒരു തുള്ളി ഉറ അതിനകത്തോട്ട് ചാടാൻ ഒരുക്കി നിൽക്കുമ്പോ, നിങ്ങൾ എന്നോട് കൂടെ വരണം പ്ലീസ്. ഈ പാലെല്ലാം കൂടെ ഉറയോട് ചോദിക്കുക, എന്താ ഉദ്ദേശം? ഉറയുടെ മറുപടി, നാളെ രാവിലെ നിങ്ങളും എന്നെ പോലെ ആകും. നാളെ രാവിലെ ഇന്ന് രാത്രി 12 hours ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യും. നാളെ നിങ്ങൾ പാലല്ല, നിങ്ങൾ തൈര. അന്നേരം പാല് പറയാ, ഞങ്ങൾ 10 ലിറ്റർ, നീ 3 ഔൺസേ ഉള്ളൂ, നീ നാളെ ഞങ്ങളെ പോലെയാകും. പുള്ളി പറഞ്ഞു, കാണാ എടുത്തൊരൊറ്റ ചാട്ടവ, നാളെ രാവിലെ ഫുൾ തൈര് എന്ന് പറഞ്ഞാൽ നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ. എനിക്കറിയില്ല, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ കർത്താവ് ഇന്ന് പകൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി ഗൗരവമായിട്ട് നിങ്ങൾ എന്നെ കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ ഒരു പിടി പുളിച്ച മാവ് ഒരു കലത്തിനകത്തോട്ട് ഇറങ്ങാൻ തയ്യാറാകുന്നു. വേദപുസ്തകത്തിൽ ഒരു വാക്യം പറയാം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മറിയുടെ ഉദരം കടമെടുത്ത് കാലിത്തൊഴുത്തിൽ കിടന്ന് നാസറേത്തിൽ വന്ന് അങ്ങനെ പുളിച്ച മാവ് കലത്തിനകത്തോട്ട് ഇറങ്ങാൻ തയ്യാറായി. നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഈ പുളിച്ച മാവ് കലത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ കലത്തിൽ കിടക്കുന്നത് 3 ഇടങ്ങഴി മാവാണ്. നിങ്ങൾ ഈ വ്യാഖ്യാനം വേണ്ടെങ്കിൽ കളയണം, വേണമെങ്കിൽ എടുക്കണം. 3 പറ മാവാണ് ഈ കലത്തിൽ കിടക്കുന്നത്. അപ്പൊ ഈ പുളിച്ച മാവ് പറയുകയാ, ഈ 3 പറ മാവിൽ വ്യത്യാസങ്ങൾ നടക്കാൻ പോവുകയാണ്. നോർമലി നിങ്ങള് കുഴച്ചു വെക്കുന്ന മാവിന്റെ അകത്തോട്ട് ഈസ്റ്റ് ഇട്ടാൽ നാളെ രാവിലെ ആകുമ്പോ പകുതി ആയിരുന്ന മാവ് കല നിറഞ്ഞു നിൽക്കുന്ന കാണാം. അപ്പോ ദൈവരാജ്യം ഒരിടത്ത് വ്യാപരിച്ചാൽ ഒതുക്കിയിടത്ത് നിന്നെ നിറയ്ക്കുന്ന പവറാണത്. ഹല്ലേലൂയ. നല്ലപോലെ കർത്താവിനൊന്ന് സ്തുതിക്കാവോ? എവിടെ നിന്നെ ഒതുക്കിയോ, എവിടെ നിന്നെ മേരിക്കയോ അവിടെ ഞാൻ ദൈവമക്കളുടെ ദൂത് പറയാം. ഏതെല്ലാം പൈശാചിക മണ്ഡലങ്ങൾ അരമുറുക്കി ആയുധം ധരിച്ച് അടങ്ങ പകയും ഒടുങ്ങ കലിയുമായി ദൈവരാജ്യത്തിനെതിരെ വന്നാലും ഇത് കുറയേല, ഇത് നിറയത്തേ ഉള്ളൂ.
ഹല്ലേലൂയ. ഇത് കുറയേല, ഇതിന് കുറയാൻ പറ്റില്ല. കാരണം ഇത് ദൈവരാജ്യമാണ്. പോട്ടെ, ഈ 3 പറ ഞാൻ അതൂതിലേക്ക് ഒന്ന് ഇറങ്ങാം. ഈ 3 പറ മാവിലേക്ക് ഈ പുളിച്ച മാവ് ഇറങ്ങി. ഈ 3 പറ മാവ് നിങ്ങളോട് തന്നെ ചോദിക്കേ, ഇത് നമ്മുടെ ദേഹവും നമ്മുടെ ദേഹിയും ആത്മാവുമാണെങ്കിൽ ഞാൻ എത്ര നേരം ഈ ദൂത് പറയണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേഹത്തിൽ വെളിപ്പെടുന്ന ദൈവരാജ്യം, ദേഹിയിൽ ഇറങ്ങുന്ന ദൈവരാജ്യം, ആത്മാവിനെ തൊടുന്ന ദൈവരാജ്യം. ഒരു ആമേൻ പറയാൻ പറ്റുമോ? ഈ 3 കാര്യങ്ങൾ വളരെ നിർബന്ധമായി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വിട്ടത് കൊണ്ട് ഞാൻ അതുപോലെ പറയാം. ഒന്ന്, ആമേൻ, ദൈവരാജ്യത്തിന്റെ പവർ എന്റെ ദേഹത്തിലേക്ക് ഇറങ്ങിയാൽ എന്റെ മേൽ സംഭവിക്കുന്നത് അപാരമായ സൗഖ്യങ്ങളാണ്. ഇന്ന് പകലത്തെ യോഗത്തിൽ നിയോഗമുള്ളവന്റെ ആയുസ്സിനെതിരെ പിശാചു വെച്ച കറുത്ത രേഖകൾ ഒന്ന് കലമടിച്ച് ആരാധിക്കാൻ, ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ. അപാരമായ സൗഖ്യം ഇന്ന് പകൽ ചിലതിന്റെ മേൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പരിചയമുള്ള 2 ഭാഗങ്ങൾ ഞാനൊന്ന് തൊട്ട് പറയാം. 2 ഭാഗങ്ങൾ ഞാനൊന്ന് തൊട്ട് പറയാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലെ വാക്യമാണ്. ഞാനത് പറഞ്ഞു വിടാം. പൗലൂസിന്റെ മെയ്മേൽ നിന്ന് കൂടെ പറഞ്ഞേ, റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുചെന്നിട്ടു. അടുത്ത വാക്ക്, രോഗം അവരെ വിട്ടുമാറി, ദുരാത്മാക്കൾ അവരെ വിട്ട് ഓടിപ്പോയി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതെന്തിനാ ഈ 2 കൂടെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്? രോഗം വിട്ടുമാറി, ദുരാത്മാക്കൾ ഓടിപ്പോയി. ഒന്നുകൂടെ പറയട്ടെ, രോഗം വിട്ടുമാറി, ദുരാത്മാക്കൾ വിട്ടുപോയി. ആശുപത്രി ചെന്നേച്ച് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നമ്മോട് ചോദിക്കുന്നത് തലവേദന കുറവുണ്ടോന്നാ, അല്ലാതെ പിശാച് പോയോന്ന് ആരോട് ചോദിക്കാറില്ലല്ലോ. ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടായിരുന്നോ? രോഗം മാറി, ദുരാത്മാക്കൾ ഓടിപ്പോയി. ഒന്നുകൂടെ പറയാൻ പോയി, എത്ര പ്രാവശ്യം പറയണം ദൈവത്തിനറിയാം. രോഗം മാറി, ദുരാത്മാക്കൾ ഓടിപ്പോയി. അപ്പോ ചില രോഗത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങളുണ്ട്. ഹല്ലേലൂയ. എത്ര ട്രീറ്റ് ചെയ്താലും, എത്ര മരുന്ന് കഴിച്ചാലും, എത്ര സ്കാൻ ചെയ്താലും, എത്ര ടാബ്ലറ്റ് കഴിച്ചാലും മാറാതെ ഒരു പെരുമ്പാമ്പ് ഇരയെ ചുറ്റുന്നത് പോലെ ചിലരെ കേറി ചുറ്റുന്ന രോഗത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ദുരാത്മാവ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സൗഖ്യം നടക്കട്ടെ. സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവരുടെ ശരീരത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പിതാക്കന്മാരുടെ രോഗം ചുമക്കാനുള്ള ഒരു വേസ്റ്റ് പാത്രമല്ല നീ. വല്യപ്പച്ചന്റെ അറ്റാക്കും, വല്യപ്പച്ചയുടെ മെനഞ്ചൈറ്റിസും, വീട്ടിലെ ആരുടെയോ മാനസിക രോഗത്തെയും, ആരുടെയോ വൈകല്യങ്ങളെ. നോ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നീ ദൈവത്തിന്റെ മന്ദിരമാണ്. ഇപ്പോൾ ആത്മാവിൽ പ്രഖ്യാപിക്ക, എന്റെ മേൽ ദൈവരാജ്യമുണ്ട്. സൗഖ്യമാകുക 100%. ഈ തിരുവചനത്തെ തൊട്ട് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മേൽ ദൈവരാജ്യം ഇറങ്ങിയാൽ നിന്റെ ശരീരം സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാം, സമയം തീരുന്നത് കൊണ്ട്. 38 വർഷം ഒരാള് കുളക്കരയിൽ ഒരു ജീവപര്യന്തം 12 വർഷമാണ്. 13, 36, 2, 38 3 ജീവപര്യന്തം കഴിഞ്ഞ് നിൽക്കുകയാണ്. എനിക്കാരുമില്ല. ചെന്നത് 20-ാമത്തെ വയസ്സിലാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് 58 വയസ്സുണ്ട്. 38 വർഷം ചെറിയ കാലമാണോ? ചെറിയ കാലമാണോ? ഞാൻ ഓർത്തിരുന്നത് ദൂതൻ എന്നും കുളം കലക്ക് വന്ന, പിന്നെ കുറെ ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ വർഷത്തെ 3 പ്രാവശ്യം കുളം കലക്കുന്നെന്ന് വായിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കണ്ണിന് മുമ്പിൽ 114 പ്രാവശ്യം കുളം കലങ്ങി. പക്ഷെ ഇവന്റെ കലക്കം മാറിയില്ല. നിങ്ങള് ആലയ്ക്കകത്ത് ഒരു പണി ചെയ്യുന്ന ആള് ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് തീക്കകത്തിട്ടാൽ തീയുടെ നിറം ചുവപ്പും ഇരുമ്പിന്റെ നിറം കറുപ്പും. കുറെ നേരം കഴിയുമ്പോൾ കനലിനും ഇരുമ്പിനും ഒരു നിറവാകും. മനസ്സിലായോ? ദൈവരാജ്യം അകത്ത് കേറിയാൽ, ഞാൻ പെട്ടെന്ന് ഈ ഭാഗം പറഞ്ഞു നിർത്താം, പ്രാർത്ഥിക്കാം. 114 പ്രാവശ്യം ദൂതൻ ഇറങ്ങിയിട്ട് നടക്കാത്തത്
പുത്രൻ ഒറ്റ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ നടന്നു. ഇന്ന് ഈ യോഗത്തിൽ ഇവിടെ നാം പ്രതീക്ഷിക്കുന്നത് ഒരു ഏഞ്ചലിനെ അല്ല, നാം പ്രതീക്ഷിക്കുന്നത് ദൈവരാജ്യത്തിന്റെ ഓണറെയാണ്. നിങ്ങളിത് വിശ്വസിച്ചേ. ഈ യോഗം കഴിഞ്ഞ് സ്റ്റുഡിയോയുടെ ഡോറ് തുറക്കുന്നതിന് മുമ്പ് നീ സൗഖ്യമാകാൻ ഓ മൈ ഗാഡ്, മൈ ഗാഡ്, മൈ ഗാഡ്, സ്വീകരിക്കുക, സൗഖ്യം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എതിർദേശത്തെ ചെറുപ്പക്കാരന്റെ അകത്ത് സുവിശേഷകൻ ഇരിക്കുമ്പോഴാണ് 6000 ദുരാത്മാവ് അവനെ പൊതിഞ്ഞു നിൽക്കുന്നത്. 6000 അല്ല, 600 കോടി ദുരാത്മാവ് ഇരുന്നാലും അകത്ത് സുവിശേഷകൻ ഇരിക്കുന്നിടത്തോളം കാലം ഇതിന് അഴിഞ്ഞേ പറ്റത്തുള്ളൂ, അഴിഞ്ഞേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ മനഃപൂർവ്വം വിട്ട് ഞാൻ പ്രാർത്ഥിച്ചു നിർത്താൻ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചോണം. ഒന്ന് ദേഹത്തിൽ ദൈവരാജ്യം ഇറങ്ങിയാൽ സൗഖ്യങ്ങൾ നടക്കും. 2 ദേഹിയിൽ ഇറങ്ങിയാൽ എന്നാ നേട്ടം? പ്രാണനിൽ ദൈവരാജ്യം ഇറങ്ങിയാൽ നിന്റെ ഭയത്തിന്റെ കെട്ടുപൊട്ടും. ലോകത്തെ ഇന്ന് വലയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? സ്പിരിറ്റ് ഓഫ് ഫിയർ ആൻഡ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ നശിപ്പിക്കുക. മാനവകുലത്തെ ഭയം തിന്നുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്ക്, ഒരുവന്റെ മേൽ ദൈവരാജ്യം ഇറങ്ങിയാൽ അവന്റെ ഭയത്തിന്റെ കെട്ടുകൾ ഇന്ന് അഴിയാൻ പോയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ വയറുവേദനയെ ചിന്തിച്ച് സ്റ്റൊമക്ക് ക്യാൻസർ ആക്കുന്നവർ, ചെറിയ തലവേദനയെ ബ്രെയിൻ ട്യൂമർ ആക്കി ചിന്തിച്ചു കൊണ്ട് നടക്കുന്നവർ, എന്റെ കൊച്ചു സ്കൂളിൽ പോയി ജീവനോടെ തിരിച്ചു വരുവോ, എന്റെ കൊച്ചു വേറെ രാജ്യത്താ, അവിടെ അവൾക്ക് എന്തെങ്കിലും അല്ലെ അവൻ എന്തെങ്കിലും സംഭവിക്കുമോ, ഇറക്കിവിട ആ ഭയത്തെ. ആമേൻ, ഇറക്കിവിട ആ ഭയത്തെ. മൂന്നാമത്തെ കാര്യം, ഒന്ന് ദേഹത്തിന്റെ മേൽ ദൈവരാജ്യം, സൗഖ്യം. 2 പ്രാണനിൽ ദൈവരാജ്യം, ഭയം മാറുന്നു. 3 ആത്മാവിൽ ദൈവരാജ്യം, അത് പ്രത്യാശയ്ക്ക് കാരണമാണ്. ബൈബിൾ പറഞ്ഞു നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ. അപ്പോൾ ആത്മമനുഷ്യനിൽ പ്രത്യാശ ഉണ്ടായില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ദുരന്തമാണ്. ഒന്നുകൂടെ പറയാം, നമ്മെ നിലനിർത്തുന്നത് നമ്മുടെ പ്രത്യാശയാ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു ഈ ദൈവരാജ്യം എന്റെ മേൽ ഇറങ്ങാൻ പോകുകയാ? ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. Come on all of you please. അന്യഭാഷയുടെ വരം കിട്ടിയവർ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവരാജ്യത്തിന്റെ ഓപ്പറേഷൻ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ നടക്കട്ടെ. ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചില ഭയങ്ങൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ, ചില പേടികൾ വിട്ടുപോകട്ടെ. ചിലതിന് ദൈവജനിതകത്തിന്റെ മേലിൽ വളർത്താൻ ശക്തിയോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകല ദൈവശക്തിയുടെ വ്യാപാരം ഏത് രാജ്യത്ത് ഏത് ടൈം സോണിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. ഭയം മാറട്ടെ, കെട്ടുകളയട്ടെ, ഭയം മാറട്ടെ, പേടി മാറട്ടെ. ആ ശക്തിയോടെ, ശക്തിയോടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവരാജ്യത്തിന്റെ ശക്തി ഇവരുടെ മേൽ വിടുതലായി സംഭവിക്കട്ടെ. ഇപ്പോൾ ജനിതകങ്ങൾ പൊളിയട്ടെ, ചിലര് വളരട്ടെ, ചിലര് സൗഖ്യമാകട്ടെ, ചിലര് ഹീലാകട്ടെ, ഭയങ്ങൾ മാറട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിന്, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.